ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളായിരിക്കണം മുസ്ലിം. ഈ ഒരു കൂട്ടായ്മയിൽ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് അദ്ദേഹത്തെ സമാധാനപ്പെടുത്താം. സാമ്പത്തികമായി നമുക്ക് എന്ത് ചെയ്യാം? സമാധാനിപ്പിക്കാം. അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്നും എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ഹദിയയായി നൽകാം. മുസ്ലിം അങ്ങനെയായിരിക്കണം. അൽ മുസ്ലിമു, നല്ലൊരു മുസ്ലിമായി നടക്കുക റമദാനിലാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ മറന്നുപോകും നമ്മൾ മുസ്ലിമാണ് എന്നുള്ള കാര്യം. നമ്മൾ പറയും ഞാൻ പറയല റമദാൻ മാസം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ബാക്കിയുള്ള മാസങ്ങളിലും നമ്മൾ മുസ്ലിമായി തന്നെ ജീവിക്കണം. നമ്മൾ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഒരാളെ കാണുമ്പോൾ സലാം പറയണം, സുന്നത്താണ്. അപ്പുറമായിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ അയാളെ പറ്റിയാ പറയണം, ആള് കുറച്ച് പൈസ വന്നപ്പോഴേ ആള് മാറിപ്പോയി പറയുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പറയണം, അയാൾക്ക് രക്ഷയുണ്ടാവട്ടെ, നന്നാവട്ടെ, അയാൾ ശരിയില്ലേ, നന്നാവാൻ വേണ്ടിയിട്ട് സലാം പറയണം. അത് മടക്കുകയാകണം, സമാധാനമാകണം, സന്തോഷം, എന്താണ് സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാൻ കുറച്ചും കൂടി നന്നായനായിരുന്നു. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. വലിയ ബൃഹത്തായ ഒരു വിഷയമാണ്. 10 മിനിറ്റേ ഉള്ളൂ. സാവലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സന്തുഷ്ട കുടുംബത്തിൽ ഈ ലോകം ഇനി അങ്ങോട്ട് ചരിക്കണമെങ്കിൽ കുടുംബം അനിവാര്യമാണ്. സമാധാനമാണ്, നിങ്ങൾക്ക് സമാധാനമാണ്. നോക്കണം, നിങ്ങൾ ഒരു ഭർത്താവിന് ഒരു ടെൻഷൻ വന്നാൽ ആ ഭർത്താവിന്റെ ടെൻഷൻ മാറാനുള്ള വഴിയെവിടെയാണ്? തൻ്റെതായ ദുഃഖങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസികാവസ്ഥ ഭാര്യയ്ക്ക് ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്, ലിതസ്കുനൂ ഇലൈഹാ. സമാധാനമാണ്, പരസ്പരം നിങ്ങൾ സമാധാനപ്പെടുത്തുന്നവരാകണം. വഅൻതും ലിബാസുൽ ലഹുന്ന. അല്ലാഹു അത്രയും ബന്ധമുണ്ടായിരിക്കണം. എന്ത് ഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ വർഷങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഭർത്താവായ റസൂലുള്ളാഹി പിന്നിരുന്നപ്പോൾ ചിന്തിച്ചപ്പോ തോന്നി, ഇപ്പോ ആയിഷ ബീവിക്ക് വിഷമമുണ്ടായി കാണൂലേ, തോറ്റയിന്റെ പേരിൽ വിഷമമുണ്ടായി കാണൂലേ? അവന്റെ സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ സമയപരിധി മൂലം നമ്മളുടെ വൈദ്യുതി തന്നെ അവിടത്തേക്ക് കയറി നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വാങ്ങ് വിളിക്കാൻ ഇനി ആളുകൾ ഇവിടെ തന്നെ ഇരിക്കാം. സീറ്റ് ഫുൾ. സമയപരിധിയില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റ വാക്കിൽ തന്നെ ഞാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ ചേർന്ന വിശിഷ്ട അതിഥികൾക്കും പിന്നെ നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾക്കും പേരിലും ആർദ്രമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും أشهد أن لا إله إلا
أشهد أن محمدا رسول الله أشهد أن محمدا حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله